പെരുന്നാളൊക്കെ അല്ലേ, പ്രത്യേകിച്ച് നമുക്കൊന്നും ഒരു പരിപാടി ഇല്ല കേട്ടോ. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ തകൃതിയായിട്ട് ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുറത്ത് ചെന്നപ്പോഴാണെങ്കിലോ നല്ല വെയിലാണ്. അത് ഏതായാലും നന്നായി. പെരുന്നാൾ എല്ലാവർക്കും സമാധാനത്തിൽ ആഘോഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബിരിയാണിയൊക്കെ റെഡിയായപ്പോൾ ഞാനും ഓളും ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഉച്ചയായപ്പോഴാണ് ഇപ്പച്ചി എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പച്ചിയും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് ഉദ്ഹിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പച്ചി വരുമ്പോൾ നല്ല പുഴമീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീനുമെന്നൊരു കഷ്ണമൊക്കെ എടുത്തിട്ട് നമ്മളിതാ നേരെ കുറച്ച് പൂച്ചക്കുട്ടിയൊക്കെ എറിഞ്ഞു കൊടുത്തു. ഇനി പെരുന്നാളായിട്ട് ഓൾക്കൊരു ആഘോഷം ഇല്ലാതിരിക്കണ്ട. അപ്പോഴാണ് അതിൽക്കൂടെ നമ്മൾ ഐസ് വണ്ടി പോണത് കണ്ടീനത്. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ കുറേ അതിൽ ഐസൊക്കെ തിന്നിട്ട് ഒരു ഐസ് വാങ്ങി തരി പറഞ്ഞു. ഏതായാലും കാലങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും 2-3 ഐസൊക്കെ വെച്ച് വാങ്ങി തന്നെ. പിന്നെ ഇതാ മൂത്തമ്മ പായസം കൊണ്ടുവന്ന് തന്നീനു. അങ്ങനെ പായസമൊക്കെ കുത്തിരുന്ന് നമ്മൾ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഞങ്ങളെല്ലാവരും മെല്ലെ തറവാട്ടിലൊക്കെ ഒന്ന് പോയി വരാനായിട്ട് ഇറങ്ങിയേനു. പെരുന്നാളാണെങ്കിൽ എന്താണ് എൻ്റെ കുട്ടിക്ക് ഗെയിമില്ലാതെ പറ്റൂല. ഇവിടെ ഒരാൾക്ക് ലൈസൻസ് ഒക്കെ കിട്ടിയോണ്ട് ഇപ്പോൾ ഓനാണ് നമ്മളെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നേരെ അമ്മായിൻ്റെ കൂടെ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ ഇമ്മമാൻ്റെ കബറുമ്പുറത്തൊക്കെ പോയി തറവാട്ടിൽ പോയി. അപ്പത്തുള്ള ടാറ്റാ.